ബിഗ് ബോസ് സീസൺ 7 തുടങ്ങി ഇന്നേക്ക് 3-ാം ദിവസമാണ്. ഞാൻ കാണാറുണ്ട് ടി വിയിൽ. നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ രേണുസുതി അവിടെ ഫസ്റ്റ് ദിവസം തന്നെ രേണുസുതി തലവേദനയെന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതിന് കുറേ ആൾക്കാർ പ്രതികരിച്ചു. എനിക്ക് തലവേദന തന്നെയാണ്, ശരി തന്നെയാണ് പറഞ്ഞിട്ട് കുറേ നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞതിൻ്റെ ഓർമ്മയില്ലാണ്ട് കുറേ നിലവിളിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു തലവേദനയുള്ളൊരു പെണ്ണിങ്ങനെ നിലവിളിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഇവൾക്ക് സ്ഥലകാല ബോധം വന്നിട്ട് അയ്യോ ഞാൻ തലവേദനയാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും ആരൊക്കെ ഡോക്ടർ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു അല്ല എനിക്ക് തലവേദന തന്നെയാണ്, തലവേദന വന്നിട്ടുണ്ടെങ്കിൽ സംസാരിക്കണേനിപ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ആണുങ്ങളൊക്കെ നല്ല ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. പെണ്ണുങ്ങളൊരു പ്രത്യേകത തരാം. അതായത് അച്ഛനും അമ്മയൊക്കെ 5-6 വയസ്സിലൊക്കെ എടുത്തു കൊടുക്കുന്ന ഷഡ്ഡിയില്ലേ, അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും മനോമര്യാദയ്ക്ക് ശരിക്കുള്ള ഡ്രസ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കാണാൻ ഒരു ഭംഗിയുണ്ടാവും. പിന്നെ എന്താണ് പറയണത്, നേരം വെളുത്ത് പുലർച്ചെ തൊട്ടിട്ടാണ് അവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുക. രേണുസുതി ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് വെളിയിൽ കള്ളത്തരങ്ങളും പറഞ്ഞ്, അതായത് അവളൊരു മെൻ്റൽ ഷോക്കുള്ളൊരു പെണ്ണിനെ പോലെയാണ് വെളിയിൽ തന്നെ കെട്ടിയോ മരിച്ച പിന്നെ കാട്ടിക്കൂട്ടിയിട്ട് അവൾ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ അധികം രേണുസുതിനെ ശ്രദ്ധിക്കുക എല്ലാവരും. രേണുസുതി എന്താണ് അവിടെ കാട്ടിക്കൂട്ടുക എന്നുള്ളത് അറിയില്ല. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വഴക്കും വക്കാണമൊക്കെ ആയിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ 18-20 ആൾക്കാരും നന്നായിട്ട് തന്നെ അഭിനയിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ കാണാൻ ഞങ്ങളെ പോലെയുള്ള പ്രേക്ഷകരൊക്കെ ഇതിനു വേണ്ടി കാത്തിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഈ ബിഗ് ബോസ് കഴിയണതിൻ്റെ ഉള്ളിൽ എനിക്ക് വട്ടം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഡെയിലി ഇത് ഇട്ടോളാം. ഞാൻ ജോലിക്ക് പോകണ കാരണമാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, എനിക്ക് അവിടെ വീഡിയോ ഇടാൻ പറ്റാത്തത്. അവിടെ ചുറ്റും ക്യാമറയൊക്കെ ഉണ്ട്. അത് കാരണം എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ എനിക്ക് പനിയായിട്ട് ഞാൻ വീട്ടിലിരിക്കുകയാണ്. ഒരു 2-3 ദിവസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡെയിലി കണ്ടിട്ട് അതിലുള്ള തെറ്റും കുറ്റമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടോളാം. അപ്പോൾ എല്ലാവർക്കും ബൈ.